നമസ്കാരം. ആഗോളതലത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനമെന്ന അതിരൂക്ഷ പ്രശ്നം ലോകത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കാനുള്ള വലിയ പാഠം. അതിന്റെ ഫലമായി ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും മാറി മലിനീകരണ തോത് കുറയ്ക്കാനുതകുന്ന പുനരുപയോഗ ഊർജ മാർഗങ്ങളിലേക്ക് ആഗോള ഗതാഗത രംഗം വഴിമാറാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. വ്യോമരംഗത്തും ഈ മാറ്റം പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ പ്രയോജനപ്പെടുത്തുന്ന വിമാന ഇന്ധനങ്ങൾ പരിസ്ഥിതിക്ക് മലിനീകരണ ഭീഷണി ഉയർത്തുന്നതാണ്. ഒപ്പം വിമാനങ്ങളുടെ ശബ്ദവും വെല്ലുവിളി സൃഷ്ടിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇലക്ട്രിക് വിമാനങ്ങളുടെ പ്രസക്തി ഏറുന്നത്. നിലവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക വിമാന കമ്പനികൾ ഹൈബ്രിഡ് ഇലക്ട്രിക് വിമാന നിർമ്മാണത്തിൽ നിക്ഷേപം നടത്തി വരുന്നുണ്ട്. അതിന്റെ ഫലമായി ഇലക്ട്രിക് വിമാനങ്ങൾ വ്യോമയാന രംഗത്ത് പ്രവർത്തിച്ചും വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിമാനങ്ങൾ നഗര ടാക്സി സർവീസുകൾക്ക് മുതൽ പ്രാദേശിക ജെറ്റ് സർവീസിനായി വരെ വിനിയോഗപ്പെടുത്തിയും വരുന്നു. ഇങ്ങനെ പ്രാദേശിക തലങ്ങളിൽ മാത്രം വിനിയോഗപ്പെടുത്തുന്ന ഇലക്ട്രിക് വിമാനങ്ങളെ അന്താരാഷ്ട്ര സർവീസിനായും പ്രയോജനപ്പെടുത്തുന്ന കാലം അതിവിദൂരമല്ല. യാതൊരുവിധ മലിനീകരണത്തിനും ഇടവരുത്താത്തതും ശാന്തവുമായ ഇലക്ട്രിക് വിമാനങ്ങൾ ഭാവിയുടെ വാഗ്ദാനമായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബാറ്ററി സാങ്കേതിക വിദ്യയിലും ഭാരം കുറഞ്ഞ വസ്തുക്കളുടെ വികസനത്തിനുമുള്ള പുരോഗതിയാണ് ഈ പുതുതലമുറ വിമാനങ്ങളുടെ ഉത്ഭവത്തിനു പിന്നിലെ പ്രധാന ചാലകശക്തി. വൈദ്യുത വ്യോമയാന മേഖലയിലെ ഒരു വിപ്ലവകരമായ ചുവടുവയ്പാണ് പിപിസ്ട്രൽ വെലിസ് ഇലക്ട്രോ എന്ന ഇലക്ട്രോണിക് വിമാനം. ലോകത്തിലെ ആദ്യത്തെ ടൈപ്പ് സർട്ടിഫൈഡ് ഇലക്ട്രിക് വിമാനമാണ് പിപിസ്ട്രൽ വെലിസ് ഇലക്ട്രോ. സ്ലൊവേനിയൻ നിർമ്മിതമായ ഈ 2 സീറ്റർ വിമാനം ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇതിന്റെ E811 ഇലക്ട്രിക് മോട്ടോറിലൂടെ 57.6 കിലോവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 101 MPH ക്രൂയിസ് വേഗതയും ഈ വിമാനത്തിനുണ്ട്. ഫ്ലൈറ്റ് പരിശീലനത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വെലിസ് ഇലക്ട്രോ നിലവിൽ 30-ലധികം രാജ്യങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പരമ്പരാഗത വിമാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി 60 ഡെസിബൽ dBA മാത്രം ശബ്ദം പുറപ്പെടുവിക്കുന്ന ഈ വിമാനത്തിന്റെ അൾട്രാ നിശബ്ദ പ്രവർത്തനമാണ് ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന്. 50 മിനിറ്റ് പറക്കൽ ശേഷിയും 0 കാർബൺ ഉദ്വമനവും ഈ വിമാനത്തെ ആകർഷകമാക്കുന്നു. ഇക്കാരണങ്ങളാൽ വെലിസ് ഇലക്ട്രോ ഒരു സാങ്കേതിക അത്ഭുതം മാത്രമായല്ല ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, അതിനൊപ്പം സുസ്ഥിര വ്യോമയാനത്തിലേക്കുള്ള അനുകരണീയ മാതൃക കൂടിയാണിത്. വ്യോമയാന രംഗത്തെ മറ്റൊരു ശ്രദ്ധേയ ചുവടുവയ്പാണ് ഇസ്രയേലിൽ വികസിപ്പിച്ചെടുത്ത ഏവിയേഷൻ ആലീസ് എന്ന ഇലക്ട്രിക് വിമാനം. കാര്യക്ഷമതയ്ക്കും സുസ്ഥിരതയ്ക്കുമായി രൂപകൽപ്പന ചെയ്ത ഈ വിമാനം പൂർണ്ണമായും ഇലക്ട്രിക് പാസഞ്ചർ വിമാനമാണ്. 2 മാഗ്നി 650 ഇലക്ട്രിക് പ്രൊപ്പൽഷൻ യൂണിറ്റുകളാണ് ഈ വിമാനത്തിന് കരുത്തു പകരുന്നത്. 2022 സെപ്റ്റംബറിലാണ് ഈ വിമാനത്തിന്റെ ആദ്യ പറക്കൽ നടത്തിയത്. 253 മൈൽ വേഗതയാണ് ഈ വിമാനത്തിനുള്ളത്. 150 മുതൽ 250 മൈൽ വരെയാണ് ഇതിന്റെ ദൂരപരിധി. 9 യാത്രക്കാരെ വഹിക്കാൻ ഏവിയേഷൻ ആലീസിനാകും. 95% കോമ്പോസിറ്റ് എയർഫ്രെയിമുള്ള ഈ വിമാനം അത്യാധുനിക എഞ്ചിനീയറിംഗിന്റെ സൂക്ഷ്മ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ്. ഇത് സുസ്ഥിരതയെ മാത്രമല്ല പ്രാദേശിക യാത്രയെയും പുനർനിർവചിക്കുന്നു. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക വിമാനങ്ങളുടെ പ്രായോഗിക തെളിയിക്കുന്നതിൽ ഏവിയേഷൻ ആലീസ് പൂർണ്ണമായും വിജയം കണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ വിമാനയാത്രയുടെ ഭാവിക്ക് ഒരു മാതൃകയാണ് ഇസ്രയേലിന്റെ ഈ വിമാനം. US ബഹിരാകാശ ഏജൻസിയായ നാസ ഇലക്ട്രിക് വിമാന വികസനത്തിനായുള്ള പ്രത്യേക പര്യവേക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. നാസയുടെ ഇലക്ട്രിക് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ബെഡ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതിക്ക് ആരംഭമിട്ടത്. അങ്ങനെ X-57 മാക്സ്വെൽ എന്ന ഇലക്ട്രിക് വിമാനത്തിന് നാസ രൂപം കൊടുത്തു. ഈ വിമാനത്തിന്റെ ചിറകുകളിൽ 14 ഇലക്ട്രിക് മോട്ടോറുകളാണ് ഘടിപ്പിച്ചിരുന്നത്. ഹൈ വോൾട്ടേജ് ബാറ്ററി സംവിധാനങ്ങളും ഇതോടനുബന്ധിച്ച് ഒരുക്കുകയുണ്ടായി. സാധാരണ ചെറുവിമാനങ്ങളെക്കാൾ വളരെ മെച്ചപ്പെട്ട കാര്യക്ഷമത ലക്ഷ്യമിട്ടാണ് നാസ ഈ ഒരു അഭിലഷണീയ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായി ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ നാസ പിന്നീട് X-57 മാക്സ്വെല്ലിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ റദ്ദാക്കുകയുണ്ടായി. അതിനാൽ തന്നെ ഈ പദ്ധതി പൂർണ്ണതോതിൽ എത്തിക്കാനായില്ല. എന്നിരുന്നാലും ഈ പദ്ധതിയിൽ നിന്നും നേടിയ ഗവേഷണ ഉൾക്കാഴ്ചകൾ ഭാവി തലമുറയിലെ ഇലക്ട്രിക് വിമാനങ്ങൾക്ക് വഴിയൊരുക്കാൻ
പോന്നതാണ്. പ്രാദേശിക വിമാനയാത്രയെ പുനർനിർവചിക്കും വിധം സ്വീഡനിൽ വികസിപ്പിച്ചെടുത്ത ഹാർട്ട് എയറോസ്പേസ് ES-30 എന്ന ഹൈബ്രിഡ് ഇലക്ട്രിക് വിമാനം ഇലക്ട്രിക് വ്യോമയാന രംഗത്തെ മറ്റൊരു ശ്രദ്ധേയമായ മുന്നേറ്റമാണ്. ഈ വിമാനം പ്രാദേശിക വിമാനയാത്രയെ പുനർനിർവചിക്കാൻ പോന്നതാണ്. ഇലക്ട്രിക്, ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ എന്നിവ സംയോജിപ്പിച്ച് സാധ്യമാക്കിയിരിക്കുന്ന ഈ വിമാനം 108 നോട്ടിക്കൽ മൈൽ ഓൾ ഇലക്ട്രിക് ശ്രേണിയും ഹൈബ്രിഡ് മോഡിൽ 400 കിലോമീറ്റർ വരെ ദൂരവും മറികടക്കും. 30 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ പര്യാപ്തമാണ് ഹാർട്ട് എയറോസ്പേസ് ES-30. അതിനാൽ തന്നെ ഇത് പ്രാദേശിക റൂട്ടുകൾക്ക് അനുയോജ്യവുമാണ്. നിലവിൽ യുണൈറ്റഡ് എയർലൈൻസ്, എയർ കാനഡ തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ 250-ൽ പരം ES-30 ഇലക്ട്രിക് വിമാനങ്ങൾക്കായുള്ള ഓർഡറുകൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ES-30 സ്വന്തമാക്കാനായുള്ള ആവശ്യകത വർദ്ധിക്കുന്നത് ഇതിന്റെ ആഗോള പ്രാധാന്യം ഉയർത്തിക്കാണിക്കുന്നു. ഹൈബ്രിഡ് ഇലക്ട്രിക് വ്യോമയാന രംഗത്തെ ശ്രദ്ധേയമായ മറ്റൊരു മുന്നേറ്റമാണ് US-ലെ ബീറ്റ ടെക്നോളജീസിന്റെ ALIA CX-300 ഇലക്ട്രിക് വിമാനം. 5 പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ വിമാനത്തിൽ പരമാവധി എയറോഡൈനാമിക് കാര്യക്ഷമതയ്ക്കായി 50 അടി നീളമുള്ള ചിറകുകളും അവയ്ക്ക് പിന്നിൽ ഘടിപ്പിച്ച ഒറ്റ പുഷർ മോട്ടോറുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 250 മൈൽ ദൂരപരിധിയും ദ്രുത ചാർജിംഗ് ശേഷിയുമുള്ള ALIA CX-300 വിമാനം പ്രാദേശിക ചരക്ക് യാത്രാ ദൗത്യങ്ങൾക്കായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഗോളതലത്തിൽ ഇലക്ട്രിക് വ്യോമയാനത്തിന് പ്രാധാന്യമേറിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഇലക്ട്രിക് ഫ്ലൈറ്റിന്റെ ഭാവിക്ക് ഒരു മുൻനിര മാതൃകയായി ALIA CX-300 വേറിട്ടു നിൽക്കുന്നു. ഇത്തരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇലക്ട്രിക് വ്യോമയാന രംഗത്തേക്കുള്ള ചുവടുവയ്പ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിലവിൽ പ്രാദേശിക തലങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ഇത്തരം വിമാനങ്ങൾ വരുന്ന ദശാബ്ദങ്ങളിൽ ലോകവ്യാപകമായി അന്താരാഷ്ട്ര സർവീസ് തലങ്ങളിലേക്കും വളരാനുള്ള സാധ്യതയുണ്ട്. ഇന്ധനമില്ലാതെ പറക്കുന്ന ഇത്തരം വിമാനങ്ങൾ വ്യോമയാന ചരിത്രത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.